ഹേയ് സിനിഫാൻസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കാട്ടാളൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇന്ന് 11-ാം തീയതി 5 മണിക്ക് ഇറങ്ങാണ്. അപ്പോൾ എന്തായാലും മലയാളത്തിൽ നിന്ന് ഇനി അടുത്ത് വരാൻ പോണ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പെപ്പയ്ക്ക് ആനയായിട്ടുള്ള ഒരു ഫൈറ്റിൽ ഒരു അപകടം പറ്റിയെന്നൊക്കെ വാർത്ത കേട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കിടിലം രംഗങ്ങളൊക്കെ നമുക്ക് എന്തായാലും അജഗജാന്തരത്തിൽ നമ്മുടെ ആനയുടെ സീക്വൻസ് തന്നെ എന്തായാലും ഗംഭീരം തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിനും മേളിൽ ലെവൽ തന്നെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ മാർക്കോടെ പ്രൊഡ്യൂസറും എല്ലാവരൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഒട്ടും തന്നെ ക്വാളിറ്റിയിൽ ഒരു കുറവുണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് ലുക്കിന് വേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ നവ്യ നായരും സൗബിനൊക്കെ അഭിനയിക്കുന്ന പാതിരാത്രി എന്ന സിനിമയുടെ ട്രെയിലർ ഞാൻ കഴിഞ്ഞ ദിവസം ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ത്രില്ലർ തന്നെയാണ് എന്ന് വിചാരിക്കണം. ട്രെയിലർ അത്യാവശ്യം കുഴപ്പമില്ലാത്തായിരുന്നു. പിന്നെ ജെയ്സ്ബിദയുടെ കത്തിക്കൽ എന്ന സിനിമയ്ക്ക് എന്തായാലും ഉണ്ടാവട്ടെ. ട്രെയിലറിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്ത നമ്മുടെ ലാലേട്ടൻ വീണ്ടും കാക്കി വേഷത്തിലെത്താൻ പോണു. L365 ഡിസംബറിൽ ഷൂട്ടിംഗ് ആരംഭിക്കും. ഏതാണ്ട് ഒരു 90 ദിവസത്തോളമാണ് ഷൂട്ടിംഗ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇൻ്റർവ്യൂവിൽ നമ്മുടെ ആഷിഖ് ഉസ്മാൻ കൊടുത്തതാണ് അങ്ങനെ പറഞ്ഞ്. അപ്പോൾ എന്തായാലും സിനിമ നല്ലൊരു കിടിലം പോലീസ് സ്റ്റേഷൻ ലാലേട്ടൻ്റെ കുറേ നാളത്തെ ശേഷം വരട്ടെ. ഇനി അടുത്തൊരു അപ്ഡേറ്റ്, നമ്മുടെ സർവമായ എന്ന സിനിമയുടെ ടീസർ ഇന്ന് ഇറങ്ങുന്നുണ്ട്. ടൈം പറഞ്ഞിട്ടില്ല. മിക്കവാറും ഒരു രാത്രി 7 മണി ആ സമയം, അല്ലെങ്കിൽ വൈകുന്നേരം 5 മണി സമയത്ത് തന്നെ ആയിരിക്കും. എന്തായാലും നിവിൻപോളിയുടെ തിരിച്ചുവരവ് തന്നെ ഇതിലുണ്ടാവട്ടെ. നമ്മുടെ അഖിൽ സത്യനാണ് ഡയറക്റ്റ് ചെയ്യണത് ഈ സിനിമ. നമ്മുടെ നിവിൻപോളിയുടെ ബർത്ത്ഡേ ആണല്ലോ ഉണ്ട്. അത് പ്രമാണിച്ചാണ് നമ്മുടെ സർവ്വമായുടെ ടീസർ ഇറങ്ങിയത്. അപ്പോൾ ബേബി ഗേളിൻ്റെയും ഒരു പോസ്റ്റർ ഇന്ന ദിവസം തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പോസ്റ്റർ തന്നെയാണ്. നിവിൻപോളിയുടെ ലുക്ക് എന്തായാലും കൊള്ളാം. എന്തായാലും സിനിമ ഒരു വെറൈറ്റി സിനിമ തന്നെ ആവട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഡിയർ സ്റ്റുഡൻസ് ആണ്. സിനിമയുടെ വക ഒരു ബർത്ത്ഡേ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. നിവിൻപോളിയുടെ ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലൂടെ 3 സിനിമ നല്ല ഹിറ്റ് തന്നെ ആവട്ടെ. നിവിൻപോളിയുടെ തിരിച്ചുവരവ് ഈ 3 സിനിമയിലും ഉണ്ടാവട്ടെ. നമ്മുടെ രാവണപ്രൂവ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തരംഗമായിരിക്കുകയാണ്. സിനിമയ്ക്ക് വൻ ബുക്കിംഗ് തന്നെയാണ്. കൂടാതെ ആദ്യത്തെ ദിവസം തന്നെ സിനിമ 70 ലക്ഷത്തോളം ഇത് നേടിയുണ്ട്. അപ്പോൾ ഇന്ന് മോഹൻലാൽ വീണ്ടും തകർക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.